ഫിലിം ഗാരേജിന്റെ ദേശീയ അവാർഡ് വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നായിരുന്നല്ലോ 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം നടന്നത്. 2023 സെൻസർ ചെയ്യപ്പെട്ട സിനിമകളെയാണ് ഈ വർഷം അവാർഡിലേക്ക് പരിഗണിച്ചിരിക്കുന്നത്. 2023 ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരായിട്ട് 2 പേരെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിലൊന്ന് SRK ഷാറുഖ് ഖാൻ ആണെങ്കിൽ മറ്റൊന്ന് വിക്രാന്ത് മസിയാണ്. ജവാനിലെ പ്രകടനത്തിനാണ് SRK അവാർഡ് ലഭ്യമായതെങ്കിൽ 12th ഫെയിൽ എന്ന സിനിമയിലെ മികച്ച പ്രകടനത്തിനാണ് വിക്രാന്ത് മസിയെ തേടി അവാർഡ് എത്തിയിരിക്കുന്നത്. മികച്ച നടിയായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ റാണി മുഖർജിയെ തന്നെയാണ്. മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് മികച്ച നടിക്കുള്ള അവാർഡ് അവർക്ക് ലഭ്യമായത്. നമ്മുടെ മലയാളികൾക്ക് വീണ്ടും അഭിമാനമായി മാറിയിരിക്കുകയാണ് ഉർവശിയും വിജയരാഘവനും. ദേശീയ അവാർഡിൽ മികച്ച സഹനടനും മികച്ച സഹനടിയായിട്ട് തിളങ്ങിയിരിക്കുകയാണ് 2 പേരും. പൂക്കാലം എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് വിജയരാഘവൻ അവാർഡ് ലഭ്യമായതെങ്കിൽ ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് മികച്ച സഹനടിക്കുള്ള അവാർഡ് ഉർവശിക്ക് ലഭ്യമായത്. വിജയരാഘവൻ നായകനെത്തിയ പൂക്കാലം സിനിമയ്ക്ക് ലഭ്യമായ മറ്റൊരു പ്രധാനപ്പെട്ട അവാർഡാണ് മിഥുൻ മുരളിക്ക് സിനിമയിലെ എഡിറ്റിംഗിന് ലഭ്യമായ അവാർഡ്. കൂടാതെ ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്ക് മികച്ച മലയാളം ചിത്രം എന്ന കാറ്റഗറിയിലും അവാർഡ് ലഭ്യമായതാണ്. ക്രിസ്റ്റോ ടോമിയാണ് സിനിമ സംവിധാനം ചെയ്തത്. 2018 സിനിമയുടെ പ്രൊഡക്ഷൻ ഡിസൈനർ മോഹൻദാസിനുമുണ്ട് അവാർഡ് എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. മികച്ച ആക്ഷൻ ചിത്രത്തിനുള്ള അവാർഡ് ഹനുമാൻ എന്ന തെലുഗു സിനിമയെ തേടിയാണ് എത്തിയിരിക്കുന്നത്. ഇനി ഓരോ ഭാഷകളിലെയും മികച്ച സിനിമകളായിട്ട് തെരഞ്ഞെടുത്ത സിനിമകളിലേക്ക് വരികയാണെങ്കിൽ മലയാളത്തിൽ ഉള്ളൊഴുക്ക് എന്ന സിനിമയാണ് മികച്ച സിനിമയായിട്ട് തെരഞ്ഞെടുത്തതെങ്കിൽ തമിഴിൽ പാർക്കിംഗ് എന്ന സിനിമയാണ് മികച്ച സിനിമയായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. കട്ട്ഹൽ എന്ന സിനിമയാണ് ബോളിവുഡിൽ മികച്ച സിനിമയായിട്ട് തെരഞ്ഞെടുത്തതെങ്കിൽ കന്നഡയിൽ കണ്ടീലു എന്ന സിനിമയാണ് മികച്ച സിനിമയായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി തെലുഗു സിനിമയിലേക്ക് വരികയാണെങ്കിൽ നന്ദമുരി ബാലകൃഷ്ണ അഥവാ ബാലയ്യ നായകനായി എത്തിയ ഭഗവന്ത് കേസരി എന്ന സിനിമയാണ് തെലുഗു സിനിമയിലെ മികച്ച സിനിമയായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം തന്നെയാണ് ഇന്ന് ദിവസം പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമ വാർത്തകൾക്ക്.